Hi friends, welcome to Malayalees kitchen. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് പുട്ട് തയ്യാറാക്കാം. അതൊരു വെറൈറ്റി ആയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉക്കാലി എന്ന് പറയും. അപ്പം ഒറ്റ പുട്ട് ഉക്കാലി എന്നൊക്കെ പറയും. ഒറ്റ പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് നമുക്ക് മൊത്തത്തിൽ പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിന് ഞാനിവിടെ 1/2 കിലോ പുട്ടിൻ്റെ പൊടി ചൂടാക്കി എടുത്തതാണ്. നമ്മുടെ പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ച് അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തത് പുട്ടുപൊടി. അല്ലാതെ നമുക്ക് ഇപ്പം പുട്ടുപൊടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ എടുക്കുന്നതും നമുക്കിതിൽ യൂസ് ചെയ്യാം. നമുക്കിതിലേക്ക് പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെയാണ്. അതിനകത്ത് വ്യത്യസ്ത അങ്ങനൊരു ഇതായിട്ടൊന്നുമില്ല. നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നമുക്ക് നനച്ചെടുക്കാം. അപ്പം പുട്ടിൻ്റെ പരുവത്തിന് ഞാൻ ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാര്യം ഇതിനകത്ത് വെള്ളം നന്നായിട്ടൊന്ന് പിടിക്കാനും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കണം. വെള്ളം പിന്നീട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ പാകത്തിനാണ് നനച്ച് വെച്ചിട്ടുള്ള പുട്ടിന് നനച്ചിരിക്കുന്നത്. ഇതായത് നമുക്ക് 15 മിനിറ്റിന് ശേഷം ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടി നല്ല നൈസായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ച് നമുക്ക് പുട്ടിൻ്റെ പരുവത്തിന് തന്നെ ക്ലിയർ ആക്കി വെച്ചേക്കാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ ഒരു തേങ്ങയുടെ പകുതി ഞാൻ തിരുമ്മി വെച്ചേക്കുന്നത്. അപ്പോൾ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു ഹാഫ് പോർഷൻ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇഡ്ഡലിക്കൂട്ടകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഇഡ്ഡലിക്കൂട്ടകത്തിൻ്റെ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു തുണി ഇട്ടേക്കാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ പൊടി ഫുള്ള് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് നമുക്ക് കുറച്ച് ഇതിപ്പോൾ നമുക്ക് ആ ഫുൾ പൊടിയും ഇതിനകത്തേക്ക് ഇടാൻ പറ്റും. സാധാരണ നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിൽ നമ്മൾ ഓരോ കുറ്റി പുട്ടായിട്ട് തയ്യാറാക്കുകയാണ്. ഇതിപ്പം ഒരുമിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മൊത്തത്തിൽ ഒരു ഫാമിലിയിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മൊത്തവും പുട്ടിന് നനച്ച മാവും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുകളിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരുന്നതിൽ ബാലൻസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് 4-5 അംഗങ്ങളുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ കുറ്റി പുട്ട് വീതം റെഡിയാക്കി എടുക്കാൻ വളരെ താമസമാണ്. എങ്ങനെ പോയാലും നമുക്ക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ നഷ്ടമാണ്. അതുപോലെ ടൈമും കുറേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇത്രയും പൊടി ഒരുമിച്ച് എടുത്ത് നമുക്ക് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് വളരെ ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കൊരു ഫാമിലിയിലേക്ക് വേണ്ടുന്ന പുട്ട്, അതിന് ഉക്കാലി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കുന്നതിന് ഉക്കാലി എന്നാണ് എൻ്റെ ഒരു അറിവിലെ പേര്. അപ്പം കഴിഞ്ഞ ഒരു ഗ്ലാസ് അപ്പത്തിന് ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള ഇതിന് മറ്റ് പേരുകൾ നിങ്ങൾക്ക് അറിവിലുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് നമുക്കും കൂടെ അറിവില്ല, നമുക്ക് പേരറിയാത്ത ഇതിലേക്ക് നമുക്ക് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പുട്ട് അല്ലെങ്കിൽ ഉക്കാലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനെന്തായാലും ഇപ്പം നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് വേവാനായിട്ടുള്ള സമയമാണ്. 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമുക്ക് ഒരു 4-5 അംഗങ്ങളുള്ള വീട്ടിലേക്ക് നമുക്ക് പുട്ടുണ്ടാക്കി സമയം ഇതാവും. പിന്നെ പുട്ട് കുറ്റിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരിതല്ലാണ്ട് നമുക്കൊരു ഫാമിലിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുട്ട് ഇതുപോലെ ഒറ്റ ട്രിപ്പിന് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്കിത് ഓപ്പൺ ആക്കി ഇതൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു ഇപ്പം പുട്ട് നമുക്ക് ചട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ
നമുക്ക് പുട്ടിൻ്റെ ഷേപ്പൊന്നും കിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഒരു രാവിലെയൊക്കെ ഇനിയിപ്പം സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ടൈമാണ്, അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുക. മൊത്തത്തിൽ നമുക്ക് ഒരു ബിസി നമ്മുടെ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വളരെ കുറവാണ്, എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ട്. അപ്പം ഇത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഡ്ഡലി ആണെങ്കിൽ പോലും ചിലപ്പോൾ 2-3 ടൈം നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വൈകിട്ടത്തെ ഡിന്നർ. അതെ, അപ്പം ഇഡ്ഡലി ആകുമ്പോഴത്തേക്കിനും നമ്മൾ 2-3 ട്രിപ്പൊക്കെ ഉണ്ടാക്കേണ്ടി വരും. നേരെ മറിച്ച് ഈ പുട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പുട്ട് കുറ്റിയിലാക്കുകയാണെന്നുണ്ടെങ്കിലും 5 പേരൊക്കെ ഉള്ളിടത്ത് അതുപോലെ തന്നെ നമുക്ക് പുട്ടിൻ്റെ ആവശ്യം വരും. ഇതിപ്പം ഒറ്റ ട്രിപ്പിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.